അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് താജ് ഹോട്ടലിലേക്കായിരുന്നു കേട്ടോ. ഗേറ്റ് വേന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ താജ് ഹോട്ടൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ അതിഥിയായിട്ട് നമ്മുടെ നാട്ടിൽ പൂച്ചയും പട്ടിയും ഒക്കെ കാണുന്ന പോലെ ഫുൾ എലിയായിരുന്നു കേട്ടോ. കുറച്ച് ഫോട്ടോയും എടുത്തൊരു ഐസ്ക്രീമും കഴിച്ച് നേരെ ഞങ്ങൾ റൂമിൽ പോയിട്ടോ. കാരണം പിറ്റേന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. അവിടെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു റൂം നോക്കിയിട്ടുണ്ടായിരുന്നു. കൊളാബയിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് ഇടുന്ന റെസ്റ്റോറന്റ് ആണ് ന്യൂ അപ്പോളോ റെസ്റ്റോറന്റ്. ഞങ്ങൾ അവിടെ കയറിയിട്ട് നല്ലൊരു ടീയും ചപ്പാത്തിയും ഡാലും ആയിരുന്നു കേട്ടോ കഴിച്ചിരുന്നത്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ ആദ്യം നിന്ന ഹോട്ടലിൽ 2800 ആയിരുന്നു കേട്ടോ 3 പേർക്കും. ഇവിടെ 1500 കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഇവിടെ എക്സ്ട്രാ പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബെഡ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. പിന്നെ അന്ന് വൈകിട്ടായപ്പോഴത്തേക്ക് വിശന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ പോയത് KFC-യിലാട്ടോ. ഇവിടെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഇതൊക്കെ തന്നെയാണ്. ദെൻ അവിടുത്തെ വോക്കവേ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയുടെ തന്നെ ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് താജ് ഹോട്ടൽ. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ വാങ്ങിക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. പിൻട്രസ്റ്റിക്കിലായിട്ടുള്ള ഒരുപാട് ജ്വല്ലറീസും ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഫോൺ കേസസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല ചീപ്പായിരുന്നു കേട്ടോ. റേറ്റ്സ് ഒക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് 850 പറഞ്ഞ സാധനമൊക്കെ 350 ഇവർ തരും കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോ കാണാവേ. ബൈ.